അസ്സലാമലൈക്കും വെൽക്കം ടു യമ്മി കിച്ചൺ. ഇന്ന് ഞാനൊരു ഈത്തപ്പഴം കൊണ്ടുള്ളൊരു ഫ്രൈയും പിന്നെ നമ്മൾ താമസിക്കുന്ന വില്ലകളുടെ മുന്നിലുള്ള ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളുണ്ട് കുറച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കുറച്ച് മരങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതുപോലെ കായ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതെന്തിനാണെന്ന് വെച്ചാൽ കിളികൾ കൊത്താതിരിക്കാനും അത് പഴുത്ത് വരുമ്പോൾ കിളികളൊക്കെ കൊത്താനിരിക്കാനും പിന്നെ താഴേക്ക് കൊഴിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ നെറ്റിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് ഒരുവിധം പഴുക്കാനായി നിൽക്കുന്നുണ്ട്. ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ടുള്ളത്. ഈത്തപ്പഴം കൊണ്ടുള്ളൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ അതിന് മുന്നിലുള്ള ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു 10 ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കളഞ്ഞെടുക്കണം കേട്ടോ ആദ്യം തന്നെ. പിന്നെ വേണ്ടത് ഒരു 10 ബദാമിന് പകരം നമുക്ക് കാഷ്നട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ തേങ്ങ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബദാമും ഇതിൻ്റെ ഉള്ളിൽ ബദാം വച്ചിട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാൻ ഈ ഈത്തപ്പഴത്തിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ നിന്ന് കുരുടുത്ത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴം ഒന്ന് കഴുകി എടുത്തതാണ്. അപ്പോൾ രണ്ടായി ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു മാറ്റി ഞാൻ ഒരു സൈഡിലായിട്ട് കുറച്ച് തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് നിറച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ ബദാം വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കാഷ്നട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ബദാം ഫ്രൈ ചെയ്യാത്ത ബദാമാണ് ഞാനിപ്പോൾ എടുത്തിട്ട് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാനപ്പോൾ കുറച്ച് ബദാം എടുത്തൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ആ ഫ്രൈ ചെയ്തിട്ട് അതാണ് അടുത്തതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പച്ച തന്നെ വെക്കാം. ഫ്രൈ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് 10 പകരം ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ കുറച്ചധികം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്തൊന്നും കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. നല്ല ക്രിസ്പായിട്ട് നല്ല ടേസ്റ്റാണ്. അത് ഇത്തിരി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ചധികം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തത് നമുക്കിപ്പോൾ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു നിർബന്ധമല്ല കേട്ടോ, ഫ്രൈ ചെയ്യാണ്ടും വെക്കാം. എന്നിട്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇനി ഫ്രൈ ചെയ്തതാണ് അടുത്തതിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഒരു സൈഡിൽ തേങ്ങയും പിന്നെ മറ്റേ ബദാം ഫ്രൈ ചെയ്തും കൂടി വെച്ചിട്ട് എല്ലാ ഈത്തപ്പഴവും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ അത് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബദാമിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും നല്ല ചൂടോടുകൂടി തന്നെ ഇടുക കേട്ടോ. ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ നമുക്ക് കഴിക്കാൻ ടേസ്റ്റാണ്. പിന്നെ എടുത്തിട്ടുള്ള 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇത്രയും 10 1/2 കപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഞാൻ പഞ്ചസാര അധികം ചേർക്കുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ചേർക്കുന്നില്ല. പിന്നെ മുട്ടയുടെ ഒരു 1/4 ഭാഗം, ഒരു മുട്ട കലക്കിയിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് മാവല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായി തിക്ക് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് എത്രയാണ് അളവ് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല തിക്കാക്കി എടുക്കാം. ബാറ്റർ നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കാം. നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പഴംപൊരിയിൽ നമ്മൾ കുറച്ചുകൂടി ഒരു ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി കുറച്ച് ചേർക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിപ്പൊടി ചേർത്തിട്ടില്ല. അരിപ്പൊടി ചേർക്കണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അപ്പോൾ ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഈത്തപ്പഴം ഇതിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈത്തപ്പഴമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ട്രൈ ചെയ്യാത്തവരൊന്ന് തേങ്ങയും കൂടി ചേർത്ത് ട്രൈ ചെയ്ത് നോക്കിട്ടാം. അപ്പോൾ ആ മധുരത്തിൻ്റെ ഇടയിൽ കൂടി ആ തേങ്ങയും നട്ട്സൊക്കെ കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമുക്കിതുപോലെ എല്ലാം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ ക്രിസ്പായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. അതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. വളരെ സിമ്പിളാട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരിച്ചിട്ട് കൊടുക്കുന്ന ആ സൈഡും കൂടി മൊരിഞ്ഞിട്ട് നമുക്കിത് കോരിയെടുക്കാം. 2 സൈഡും ഇതുപോലെ മൊരിച്ചിട്ട് നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.